ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിന്റെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ അവസാനമായിട്ട് കണ്ടു നിർത്തിയത് നമ്മൾ സുധാകരൻ മാഷ് ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കേട്ടോ. വീട്ടില് ജപ്തി നോട്ടീസൊക്കെ ഒട്ടിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു എത്തിയും പിടിയും കിട്ടാതെ ഇരിക്കുകയാണ്. വിക്രത്തിനെയും വേദേനെയും കാണാതില്ലാത്ത പ്രശ്നം അപ്പുറത്ത് വേറെ നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ കറണ്ട് ഇല്ല, അത് വേറെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സുധാകരൻ മാഷിനെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കുന്നത് വിക്രത്തിന്റെ വീടാണ്. വിക്രത്തിന്റെ വീട്ടിലാണെന്ന് വെച്ചാൽ അമ്മ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സന്ധ്യയായിട്ടും മാഷിനെ കാണാനില്ല. അവസാനം മാഷ് വരുന്നുണ്ട്. അപ്പം കമലാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ എന്താ മാഷെ, എന്താ പറ്റി, എന്താ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ മാഷ് പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി പോയതാണ്, എന്ത് ചെയ്യണമെന്നൊരു ഒറ്റും പിണിയും കിട്ടുന്നില്ല കമലയെന്ന് പറയാൻ കേട്ടോ. അപ്പൊ കമല പറയുന്നുണ്ട്, വിഷമിക്കേണ്ട മാഷെ, എന്തിനായാലും ദൈവം ഒരു വഴി കാണിക്കും, നമ്മൾ ഇതിനും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ആയിരിക്കാം, പക്ഷെ ഈ വീട് അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിങ്ങനെ എത്ര കഷ്ടപ്പെട്ട നമ്മളിങ്ങനെ പണിത് ഇങ്ങനെ ആക്കിയത്, ആ വീട് ഒരു ഒറ്റ ദിവസം കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും കൂടി എവിടേക്ക് പോകും? ഇത്രയും സ്ത്രീകളുള്ള ഈ സ്ത്രീകളെ കൂട്ടിയിട്ട് ഒരു അടച്ചുറപ്പില്ലാത്ത വേറൊരു വീട്ടിലേക്ക് മാറാൻ പറ്റുമോ? പിന്നെ ഇത്രയൊക്കെ വലുതാക്കി 3 മക്കളുണ്ടായിട്ട് എനിക്ക് എന്താ ഉപകാരം ഉണ്ടായത് കമലയെന്നൊക്കെ ചോദിച്ച് വിഷമിക്കുന്നതാണ് കേട്ടോ. അപ്പൊ കമല പറയുന്നുണ്ട്, വിഷമിക്കരുത് മാഷെ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല, മാഷ് വിഷമിക്കണ്ട. വിക്രം ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ തീർത്തോളും എന്ന് പറയാൻ കേട്ടോ. മാഷ് പറയുന്നുണ്ട്, എങ്ങനെ തീർക്കാനാ? അവൻ ഇത്ര കാലം കൊണ്ട് ആർക്കും അത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവൻ ഒറ്റ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് എങ്ങനെ പ്രശ്നങ്ങൾ തീർക്കും? അല്ലെങ്കിൽ തന്നെ അവൻ എവിടെയാ? അവനെ കുറിച്ചോ ആ പെൺകുട്ടിയെ കുറിച്ചോ ഒരു വിവരവും ഇല്ല. നാളെ കഴിഞ്ഞ് അവരുടെ വീട്ടുകാർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. നമ്മൾ എന്താ പറയാ? ആ കുട്ടി എവിടേക്കാ പോയത്? ഒരു വാക്ക് പോലും പറയാതെ കുട്ടി എങ്ങിട്ടാ പോയത്? എന്താ സംഭവിച്ചത്? ഒന്നും ഒരെത്തും പിടിയും കിട്ടാതെ ജീവിതമായി പോയല്ലോ. പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന മാഷിനെയാണ് കേട്ടോ കാണിക്കുന്നത്. കമല സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. വേദയുടെ വീട്ടില് വർഷ പറയുന്നുണ്ട് കേട്ടോ, എല്ലാരോടും കൂടിയിട്ട്, അതായത് പത്മോടും മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി സംസാരിച്ചു, അവർക്കൊരു താല്പര്യമില്ലാത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും ദിവസമായില്ലേ, 2 ദിവസമായില്ലേ വേദേനെ കാണാണ്ടായിട്ട്, എന്നിട്ട് അവരൊന്ന് വിവരം അറിയിക്കുക. അറ്റ്ലീസ്റ്റ് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അവർക്കൊന്നും ഒരു ചൂടില്ല. അവള് എവിടേക്ക് വെച്ച് പോയിക്കോട്ടെ എന്നുള്ള ഒരു മട്ടാണ് അവർക്കൊക്കെ. അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ അതന്നെ എനിക്ക് തോന്നിയതെന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പോയപ്പോ അവർ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചത്. പിന്നെ അവര് വിചാരിച്ചത് നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്, അവൾ അവസാനമായിട്ട് ഇങ്ങോട്ടല്ലേ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇവിടെ ഉണ്ടെന്ന് അവര് വിളിച്ച് ഉറപ്പ് വരുത്തിയിരുന്നു, നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ അവൾ അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ അവർക്ക് ആർക്കും അവിടെ വേണ്ട. ഒന്നാമത് എല്ലാവർക്കും അവളോട് ദേഷ്യമാണ്, വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതിന്. ഇനി വിക്രം തന്നെ എന്തെങ്കിലും ചെയ്തിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശ്രീകാന്തും പറയുന്നുണ്ട്, അത് തന്നെ എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അച്ഛനോട് പറഞ്ഞിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം വിക്രത്തിനെതിരെ. വിക്രം വേദേനെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു, വേദേനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പരാതി കൊടുത്തിടാം, അവര് അന്വേഷിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. കുട്ടി നമ്മുടെ അല്ലേ, അവർക്ക് എന്താ പോയത്? നഷ്ടപ്പെട്ടത് നമുക്ക് മാത്രമാണെന്ന് പറയാൻ കേട്ടോ. പത്മ പറയുന്നുണ്ട്, അത് വേണോ മോനെ എന്ന് പറയുമ്പോൾ ആദ്യം അച്ഛനോട് ചോദിക്കട്ടെ, അച്ഛനറിയാം, അച്ഛന് മനസ്സിലാവുമല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാരും കൂടി ശങ്കരനാരായണനെ കാണാൻ വരികയാണ്. ശങ്കരനാരായണനാണെന്ന് വെച്ചാൽ എന്തോ കേസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ശങ്കരനോട് മുത്തശ്ശി കാര്യം പറയുന്നുണ്ട്, വേദ കേസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം മാഷിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല, വേദേനെയും വിക്രത്തിനെയും കാണാതായിട്ട് 2 ദിവസമായി എന്ന് പറയാൻ കേട്ടോ. ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ വേദനെ വിളിച്ചിരുന്നു, പക്ഷെ അപ്പൊ അവള് ഫോൺ എടുത്തില്ല, പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആവുകയാണ് ചെയ്തത്. അപ്പൊ ശങ്കരൻ ചോദിക്കുന്നുണ്ട്, വിക്രത്തിനെ അറിയിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ ഒരു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വിക്രത്തിനോട് പറഞ്ഞതാണ്. അപ്പൊ വിക്രം പറഞ്ഞു, മുത്തശ്ശി പേടിക്കണ്ട, വേദേനെ കൊണ്ട് മുത്തശ്ശിനെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഫോൺ കട്ടാക്കിയതെന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശങ്കരൻ പറയുന്നുണ്ട്, വിക്രം അറിഞ്ഞല്ലോ, അപ്പൊ പേടിക്കണ്ട, വിക്രം വേദന നോക്കിക്കോളും, ഇനി അവൾക്ക് ഒന്നും സംഭവിക്കില്ല, അവൻ അവളെ രക്ഷിച്ചോളും, ഇനി എന്തെങ്കിലും അപകടത്തിൽ തന്നെ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവൻ രക്ഷിച്ചോളും, ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛൻ എന്താ പറയുന്നത്? വിക്രം തന്നെ അപായപ്പെടുത്തിയിരിക്കുകയെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. അവനെതിരെ സാക്ഷി പറഞ്ഞതിന്റെ ദേഷ്യത്തിന് അവൻ എന്തെങ്കിലും വേദന ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ വേദ എവിടെ പോവാനാന്ന് പറയുമ്പോൾ ശങ്കരൻ പറയുന്നുണ്ട് കേട്ടോ, അത് നിനക്ക് അവനെ മനസ്സിലാവാഞ്ഞിട്ടാ.
ഒരു പെൺകുട്ടിക്ക് ഒരു ദ്രോഹം ചെയ്യാൻ വിക്രമിന് കഴിയില്ല. അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നവരെ വിക്രം വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ വേദയുടെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. വിക്രത്തിന്റെ കൂടെയാണ് അവൾ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിലും വിക്രം അവളെ രക്ഷിക്കും. അമ്മയോട് അവൻ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് ഒന്നും സംഭവിക്കില്ല. വേദേനെ അവൻ രക്ഷിച്ചോളും. ഈ കാര്യത്തിൽ ഞാൻ ആരും ടെൻഷൻ അടിച്ച് നിൽക്കണ്ട. പോലീസിലൊന്നും പരാതി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിഞ്ഞാൽ വിക്രം വേദേനെ കൊണ്ട് തിരിച്ചു വരും. പേടിക്കാണ്ടിരിക്കുന്നു പറയാൻ കേട്ടോ. അപ്പോ ശ്രീകാന്ത് പറയുന്നത് അച്ഛ അതല്ല, ശങ്കരൻ പറയുന്നുണ്ട് ഇനി ആ കാര്യത്തിലൊരു സംസാരം വേണ്ട. വിക്രത്തിനെ എനിക്കറിയാം. വിക്രം വേദനെ കാത്തു സൂക്ഷിച്ചോളും. അല്ലെങ്കിൽ വിക്രത്തിന്റെ ഭാര്യയല്ലേ വേദ. അപ്പൊ അവനറിയാം അവളെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ. അത് ആലോചിച്ച് ഇനി ഇവിടെ ആരും ബുദ്ധിമുട്ടേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് എല്ലാരും പറഞ്ഞയക്കുന്ന ശങ്കരനാരായണനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയുന്ന വേദനെ വിക്രത്തിനെയാണ് കേട്ടോ. കുറച്ച് ഓടി കഴിയുമ്പോഴേക്കും ഒരു അരുവിയുടെ തീരത്തെത്തുമ്പോ വേദ അവിടെ വിശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു മരത്തിന്റെ അവിടെ തേനീച്ചക്കൂട് കാണുന്നത് കേട്ടോ. അപ്പൊ വിക്രം വേദേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ കാട്ടില് ഫ്രഷ് ആയിട്ടുള്ള തേന് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ വേദ പറയുന്നുണ്ട് ഏയ് ഞാൻ കാട്ടിലല്ലല്ലോ ജീവിക്കുന്നത്, നാട്ടിലായിരുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. ഓ തമാശ, നിനക്ക് വേണോന്ന് ചോദിക്കുമ്പോ വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം, അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കേട്ടോ. അതല്ല നിനക്ക് വേണോ, കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വേദ്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കൊമ്പും കോലും കുറച്ച് ചെടികളൊക്കെ കത്തിച്ചിട്ട് വിക്രം ആ തേനീച്ചക്കൂട് ചൂട് പിടിപ്പിച്ചിട്ട് തേനീച്ചകളെ കാട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം, അത് അപകടമാണ്. തേനീച്ചകളൊക്കെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ വല്ലതും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വേണ്ട അതൊന്നും ചെയ്യണ്ട എന്നൊക്കെ വേദ പറയുന്നുണ്ടെങ്കിൽ വിക്രം അതൊന്നും കേൾക്കാതെ അതൊക്കെ തീയൊക്കെ കൊളുത്തി തേനീച്ചകളെ ആട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് തേനീച്ചക്കൂട് പിടിച്ചിട്ട് വേദയ്ക്ക് തേനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല സീനുകളാണ്. വേദനെ കൂടുതലൊരു ഫ്രണ്ട്ഷിപ്പിനേക്കാളും സ്വന്തം ഭാര്യയായിട്ട് തന്നെ വേദനെ കണ്ട് സംരക്ഷിക്കുന്ന വിക്രമിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഈ എപ്പിസോഡ് മുഴുവൻ. അതൊക്കെ കഴിഞ്ഞ് രാത്രി ആവാറുണ്ട്. കുറെയൊക്കെ അവരും അലഞ്ഞു തിരിഞ്ഞിട്ടും അവർക്ക് വഴി കണ്ടെത്താനാവില്ല കേട്ടോ. ആ ഒരു ദിവസം കൂടി അവർ ആ കാട്ടിൽ തങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവര് എങ്ങനെയൊക്കെയോ റോഡിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് അവര് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സീനോടെയാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്